യഥാർത്ഥത്തിൽ ഈ പ്രകടന പത്രിക ഒരു പ്രവർത്തന പത്രികയായി കേരളത്തിലെ ജനങ്ങൾക്ക് അനുഭവപ്പെടാൻ തുടങ്ങിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ ഒന്നൊഴിയാതെ നടപ്പാക്കുകയും അത് നടപ്പാക്കിയത് ഒരു പ്രോഗ്രസ് റിപ്പോർട്ടാക്കി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്തപ്പോഴാണ്. ആ കർഷക തൊഴിലാളി പെൻഷൻ പ്രഖ്യാപിക്കുന്ന കാലത്ത് തന്നെ ആ പെൻഷൻ പദ്ധതിക്കെതിരായി കേരളത്തിൽ സമരം നടത്തിയവരാണ് UDFും കോൺഗ്രസും. തെലങ്കാനയുടെ മുഖ്യമന്ത്രിയാണ് രേവന്ത് റെഡ്ഡിയാണ്. ഇവിടെ വന്ന് 3000 രൂപ കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. അവിടുത്തെ തുക 2 വർഷക്കാലമായി 25 മാസക്കാലമായി കൊടുക്കാതിരിക്കുന്ന മാന്യനാണ് ഇവിടെ വന്നിട്ട് കേരളത്തിൽ 3000 കൊടുക്കുമെന്ന് പറയുന്നത്. ലൈഫ് പദ്ധതിയുടെ 2ാം ഘട്ടം ആരംഭിക്കും. അതിലൂടെ അവശേഷിക്കുന്ന ഭവനരഹിതരായ മനുഷ്യർക്കെല്ലാം നമ്മൾ വീട് നിർമ്മിച്ചു കൊടുക്കും. UDFിൻ്റെ പദ്ധതി എന്താണ്? പിന്നെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരത്തില്ല. ആ ബുദ്ധിമുട്ട് വരുന്ന ഭരണത്തിൽ വന്നാൽ മാത്രമേ ഉള്ളൂ. വരാത്തവർക്ക് ബുദ്ധിമുട്ടില്ലല്ലോ. അതിദാരിദ്ര്യമില്ലാത്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കുമ്പോൾ വല്ലാതെ ആക്ഷേപിച്ചവരാണ് UDF നേതാക്കൾ. അതിന് കാരണം ഈ ദാരിദ്ര്യം എന്ന് പറയുന്നത്, വിശപ്പെന്ന് പറയുന്നത് അനുഭവിക്കുന്നതിന് മാത്രം മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ദരിദ്രരുണ്ടാകാൻ പാടില്ല എന്നാഗ്രഹിക്കുകയും സ്വപ്നം കാണുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നത് പോലെ മനോഹരമായ സുന്ദരമായ മറ്റൊരു കാഴ്ച, ഒരു നടപടി, ഒരു ഇടപെടൽ ഈ ഭരണകൂടത്തിനെ സംബന്ധിച്ച് മറ്റൊന്നുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് പെരുമഴക്കാലം, വാഗ്ദാനങ്ങളുടെ പെരുമഴ. 3 മുന്നണികളും അവരുടെ പ്രകടന പത്രികകൾ ഇറക്കി. അതിനു പുറമെ സ്ഥാനാർത്ഥികൾ ചിലരൊക്കെ നിയോജകമണ്ഡലങ്ങളിൽ വികസന രേഖകൾ ഇറക്കി. അങ്ങനെ ജനങ്ങളുടെ മുന്നിൽ നിരവധി വാഗ്ദാനങ്ങൾ നിൽക്കുക. ഈ വാഗ്ദാനങ്ങളൊക്കെ കേവലം വാക്കുകളല്ല, ആ വാക്കുകളിൽ ജീവൻ തുടിക്കുന്നത് കാണിച്ച ഒരു മുന്നണിയാണ് LDF. ഇത്തവണത്തെ ഈ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികകളിൽ ഇത് തമ്മിലുള്ളൊരു വ്യത്യാസം, അല്ലെങ്കിൽ ഈ വാഗ്ദാനങ്ങളുടെ ഒരു പ്രാധാന്യം, അവയുടെ ഒരു ആഴം, അതിനെപ്പറ്റിയിട്ടൊക്കെ അരുണിന് എന്താ പറയുക? യഥാർത്ഥത്തിൽ ഈ പ്രകടന പത്രിക ഒരു പ്രവർത്തന പത്രികയായി കേരളത്തിലെ ജനങ്ങൾക്ക് അനുഭവപ്പെടാൻ തുടങ്ങിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ ഗൗരവത്തോടെ പ്രകടന പത്രികയെ സമീപിക്കുകയും ആ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ ഒന്നൊഴിയാതെ നടപ്പാക്കുകയും അത് നടപ്പാക്കിയത് ഒരു പ്രോഗ്രസ് റിപ്പോർട്ടാക്കി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്തപ്പോഴാണ്. ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പുറത്തിറക്കിയ പ്രകടന പത്രികയും കേവലം ഒരു പ്രകടന പത്രികയല്ല, അത് നവകേരളത്തിലേക്കുള്ള ഒരു ചുവടുവയ്പ്പാണ്. അതിന് ഉതകുന്ന നിർദ്ദേശങ്ങളാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അത് അക്ഷരാർത്ഥത്തിൽ കേരളത്തിൽ നടപ്പാകാൻ പോകുന്നവയാണ് എന്ന ബോധ്യം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. എന്നാൽ UDFിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രകടന പത്രിക തിരഞ്ഞെടുപ്പ് കാലത്ത് വോട്ട് നേടുന്നതിന് വേണ്ടി, ജനങ്ങളെ പറ്റിക്കുന്നതിന് വേണ്ടിയുള്ള കേവലം കടലാസ് കഷ്ണങ്ങൾ മാത്രമായിട്ടാണ് നാളിതുവരെയുള്ള കേരളീയ സമൂഹത്തിൻ്റെ അനുഭവം. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ UDFിൻ്റെ പ്രകടന പത്രിക പുറത്തു വന്നിട്ടുണ്ട്. ആ പ്രകടന പത്രിക ഒന്ന് പ്രാഥമികമായി പരിശോധിക്കുമ്പോൾ രസകരമായ പല വാഗ്ദാനങ്ങളും പല പ്രഖ്യാപനങ്ങളും അതിൽ കാണുന്നുണ്ട്. അതിലേറ്റവും കൗതുകകരമായി തോന്നിയൊരു കാര്യം, ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിക്കും എന്ന് UDF പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വളരെ രസകരമായിട്ടുള്ള, കേരളത്തിലെ ക്ഷേമ പെൻഷനുകളുടെ ചരിത്രമറിയുന്ന ആർക്കും പരിഹാസ്യമായി തോന്നാവുന്ന ഒരു വാഗ്ദാനമാണ് UDFിൻ്റെ വാഗ്ദാനം. നമ്മൾ കേരളത്തിൻ്റെ ക്ഷേമ പെൻഷനുകളുടെ ചരിത്രം പരിശോധിച്ച് പോകുമ്പോൾ 1980-ൽ 45 രൂപ കർഷക തൊഴിലാളി പെൻഷൻ പ്രഖ്യാപിച്ചുകൊണ്ടാണ് കേരളത്തിൽ ക്ഷേമ പെൻഷനുകൾ ആരംഭിക്കുന്നത്. ആ കർഷക തൊഴിലാളി പെൻഷൻ പ്രഖ്യാപിക്കുന്ന കാലത്ത് തന്നെ ആ പെൻഷൻ പദ്ധതിക്കെതിരായി കേരളത്തിൽ സമരം നടത്തിയവരാണ് UDFും കോൺഗ്രസും. അന്ന് ഉപയോഗിച്ചൊരു വാക്കുണ്ട്, പ്രത്യുൽപാദനപരമല്ല എന്നാണ് പറഞ്ഞത്. പ്രത്യുൽപാദനപരം. ആ 45 രൂപ കർഷക തൊഴിലാളി പെൻഷൻ പിന്നീട് വളർന്ന് ഇന്നിപ്പോൾ സമൂഹത്തിലെ ഏറ്റവും ദുർബലരായ ജനവിഭാഗങ്ങൾക്കാകെ പരിരക്ഷ ഉറപ്പാക്കുന്ന ഒരു ബൃഹത്തായ സാമൂഹ്യ സുരക്ഷാ പദ്ധതിയായി, അതിൻ്റെ ഒരു ശൃംഖലയായി രൂപാന്തരപ്പെട്ടിരിക്കുകയാണ്. 62 ലക്ഷം മനുഷ്യർ പെൻഷൻ വാങ്ങുന്നുണ്ട്. ഈ 45 രൂപയിൽ നിന്ന് 2000 രൂപയായി കേരളത്തിലെ ക്ഷേമ പെൻഷൻ വർദ്ധിക്കുന്നു. 2016-ൽ LDF അധികാരത്തിൽ വരുമ്പോൾ പെൻഷൻ വാങ്ങുന്ന ആളുകളുടെ എണ്ണം 32 ലക്ഷമായിരുന്നു. അത് ഇന്ന് 62 ലക്ഷമായി വർദ്ധിച്ചു. ഈ പെൻഷൻ 2000 രൂപയിലേക്ക് എത്തി നിൽക്കുമ്പോൾ UDF ഗവൺമെൻറ്റുകളുടെ സംഭാവന എന്താണ്? 1980-ന് ശേഷം കേരളത്തിൽ അധികാരത്തിൽ വന്ന ഒരു UDF സർക്കാർ ക്ഷേമ പെൻഷനുകളിൽ 1 രൂപയുടെ വർധനവും ഈ കേരളത്തിൽ വരുത്തിയിട്ടില്ല. 1 രൂപ പോലും അധികമായി വർദ്ധിപ്പിച്ച് നൽകിയിട്ടില്ല ഒരു UDF സർക്കാരും. അത് ബഹുമാന്യനായ ശ്രീ K. കരുണാകരൻ്റെ ഗവൺമെൻറ് ആണെങ്കിലും, അതിനുശേഷം വന്ന ശ്രീ ആൻ്റണിയുടെ ഗവൺമെൻറ് ആണെങ്കിലും, അതിനുശേഷം അധികാരത്തിലിരുന്ന ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് ആണെങ്കിലും 1 രൂപയുടെ വർധനവ് ഈ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെടുത്തി കേരളത്തിൽ വരുത്തിയിട്ടില്ല.
അപ്പോൾ 45 രൂപയിൽ നിന്ന് 2000 രൂപയിലേക്ക് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നതിന് നേതൃത്വം കൊടുത്തത് എല്ലാ കാലത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റുകളാണ്. ആ ബോധ്യം, ആ വിശ്വാസം കേരളത്തിലെ ജനസമൂഹത്തിൻ്റെ മുമ്പിലുണ്ട്. ഇത് പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ വന്ന് പ്രചരണത്തിന് ഒരു നേതൃത്വം കൊടുക്കുന്നത് തെലങ്കാനയുടെ മുഖ്യമന്ത്രിയാണ്, രേവന്ത് റെഡ്ഡിയാണ്. ഇവിടെ വന്ന് 3000 രൂപ കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. അവിടുത്തെ തുക 2 വർഷക്കാലമായി 25 മാസക്കാലമായി കൊടുക്കാതിരിക്കുന്ന മാന്യനാണ് ഇവിടെ വന്നിട്ട് കേരളത്തിൽ 3000 കൊടുക്കുമെന്ന് പറയുന്നത്. ഇത് തന്നെയാണ് ഇവരും ചെയ്തിരുന്നത്. ഇറങ്ങി പോകുമ്പോൾ 18 മാസത്തെ കുടിശ്ശികയാണ് ഉമ്മൻചാണ്ടി ഇറങ്ങി പോകുമ്പോൾ ഉണ്ടായിരുന്നു. ആ 18 മാസത്തെ കുടിശ്ശിക ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റാണ് കൊടുത്തത്. അതായത് ക്ഷേമ പെൻഷനുകൾ നാളിതുവരെയുള്ള ക്ഷേമ പെൻഷൻ്റെ ചരിത്രത്തിൽ ഒരു സംഭാവനയും ക്ഷേമ പെൻഷനുകളുമായി ബന്ധപ്പെട്ട് നൽകാത്ത UDF, 1 രൂപയുടെയും വർധനവ് വരുത്താത്തൊരു രാഷ്ട്രീയ മുന്നണി, ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകളെ മനുഷ്യരായി പോലും പരിഗണിക്കാത്തൊരു മുന്നണി, ഇപ്പോൾ കേരളത്തിൽ ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് 3000 രൂപ ഞങ്ങൾ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ച് നൽകും എന്ന് പ്രഖ്യാപിക്കുന്നതിലെ പൊള്ളത്തരം കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ക്ഷേമ പെൻഷനുകളോട് അങ്ങേയറ്റം പ്രതിലോമകരമായിട്ടുള്ള, അങ്ങേയറ്റം അസഹിഷ്ണുതയോടുകൂടിയ ഒരു നിലപാടാണ് എല്ലാ കാലത്തും കേരളത്തിലെ UDFും കോൺഗ്രസും സ്വീകരിച്ചത്. ഇപ്പോൾ ഏറ്റവും അവസാനം ക്ഷേമ പെൻഷൻ കൈക്കൂലിയാണ് എന്ന് ആക്ഷേപിച്ചത് കോൺഗ്രസിൻ്റെ നേതാവാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങൾക്ക് കൊടുക്കുന്ന കൈക്കൂലിയാണ് ക്ഷേമ പെൻഷൻ എന്ന് ആക്ഷേപിക്കുകയാണ്. അപ്പോൾ പെൻഷൻ വാങ്ങുന്ന മനുഷ്യരെ, പെൻഷൻ കൊടുക്കുന്ന ഭരണകൂടത്തെ തുടർച്ചയായി ആക്ഷേപിക്കുകയും അവരെ അവഗണിക്കുകയും അവരെ അവഹേളിക്കുകയും ചെയ്യുന്ന ആളുകൾ ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് വോട്ടിന് വേണ്ടി നടത്തുന്ന പൊള്ളയായ വാഗ്ദാനം മാത്രമാണ് പെൻഷൻ്റെ കാര്യത്തിൽ ഉള്ളത് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് എളുപ്പത്തിൽ ബോധ്യപ്പെടും. ഇപ്പോൾ ഈ പുതിയൊരു സ്നേഹം സ്ത്രീകളോടാണ്. സ്നേഹം കൂടുതലുള്ളവരുണ്ടെന്ന് നമുക്കറിയാം. അത് പാലക്കാട് MLAയും മുനിസിപ്പൽ കൗൺസിലറുമൊക്കെ ആ സ്നേഹം കൂടുതൽ കാണിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ആ വിഷയത്തിലേക്ക് ഏതായാലും പോകുന്നില്ല. ഇപ്പോൾ നമ്മുടെ ഈ പ്രകടന പത്രികയിലും സ്ത്രീകളുടെ കാര്യത്തിൽ വലിയ താല്പര്യമാണ് കാണിക്കുന്നത്. അത് മുൻകാല അനുഭവങ്ങളുമായി വെച്ച് നോക്കുമ്പോൾ അതിനെപ്പറ്റി എന്തായിരുന്നു തോന്നുന്നു? ഈ ക്ഷേമ പെൻഷനുകളുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ പ്രകടന പത്രികയിൽ UDF നടത്തിയിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാഗ്ദാനം ഈ 5 ലക്ഷം ആളുകൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുമെന്നൊരു പ്രഖ്യാപനം നടത്തുന്നുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ കൃത്യമായി ഈ ലൈഫ് പദ്ധതിയുടെ 2ാം ഘട്ടം ആരംഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ മുമ്പിൽ കൃത്യമായൊരു പദ്ധതിയുണ്ട്. ലൈഫ് പദ്ധതിയുടെ 2ാം ഘട്ടം ആരംഭിക്കും. അതിലൂടെ അവശേഷിക്കുന്ന ഭവനരഹിതരായ മനുഷ്യർക്കെല്ലാം നമ്മൾ വീട് നിർമ്മിച്ചു കൊടുക്കും. UDFിൻ്റെ പദ്ധതി എന്താണ്? 5 ലക്ഷം ആളുകൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കും എന്ന കേവലമായ ഒരു പ്രഖ്യാപനത്തിനപ്പുറത്ത് എന്താണ് ഇക്കാര്യത്തിൽ UDFിൻ്റെ ഒരു പദ്ധതി? ഏത് പദ്ധതിയിലൂടെയാണ്, ഏത് മാർഗത്തിലൂടെയാണ് ഈ ഭവന നിർമ്മാണം അവർ ഉറപ്പാക്കുന്നത്? അത് ഓർത്ത് നമ്മൾ വിഷമിക്കേണ്ട. കാരണം മുണ്ടക്കൈ ചൂരൽമല ദുരന്തം വന്നപ്പോൾ പണം പിരിച്ചതിൻ്റെ കണക്ക് പറയണ്ട. അതിനവർ കാരണം പറഞ്ഞത്, അവിടെ വീട് പണിയാത്തതിന് കാരണം പറഞ്ഞത് ഗവൺമെൻറ് അനുവാദം കൊടുത്തില്ലെന്നുള്ള. മേപ്പാടി പഞ്ചായത്തിൽ വീട് പണിയാനുള്ള അപേക്ഷ ഒരു കടലാസ് പോലും സമർപ്പിക്കാത്ത ഒരു മുന്നണിയാണ് ഗവൺമെൻറ് അനുവാദം കിട്ടാത്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്ര കാലം പണിയാൻ പറ്റാതെ വന്നത് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞ പോലെ അവരെന്തെങ്കിലും ഒരു കാരണം കണ്ടുപിടിക്കും. പിന്നെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരത്തില്ല. ആ ബുദ്ധിമുട്ട് വരുന്നത് ഭരണത്തിൽ വന്നാൽ മാത്രമേ ഉള്ളൂ. വരാത്തവർക്ക് ബുദ്ധിമുട്ടില്ലല്ലോ. ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് പറഞ്ഞു, LDFിൻ്റെ പ്രകടന പത്രികയിൽ വളരെ കൃത്യമായി LDF പറയുന്നു 50% സ്ത്രീകൾക്ക്, അതായത് തൊഴിലെടുക്കാനുള്ള പ്രായപരിധിയുടെ ആ പരിധിയിൽപ്പെടുന്ന 50% സ്ത്രീകൾക്ക് കേരളത്തിൽ തൊഴിൽ ഉറപ്പാക്കും എന്ന ഏറ്റവും സുപ്രധാനമായൊരു വാഗ്ദാനം LDF മുന്നോട്ട് വയ്ക്കും. ഇന്നുവരെ ഒരിടത്തും ആരും പറഞ്ഞാത്ത എന്താണ് UDFിൻ്റെ ബദൽ? എന്തെങ്കിലും ഒന്ന് ഇതിന് തത്തുല്യമായത് ഈ പ്രകടന പത്രികയിലൂടെ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ UDFിന് കഴിയുന്നില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രകടന പത്രികയെ ഏറ്റവും സുന്ദരമാക്കുന്നത്, മനോഹരമാക്കുന്നത്, കേരളത്തിൻ്റെ ഒരു പൊതുസമൂഹത്തിൻ്റെ ആകെ സ്വീകാര്യത ലഭിക്കുന്നത് അത് കേവല ദാരിദ്ര്യം ഇല്ലാതാക്കും എന്ന പ്രഖ്യാപനത്തിലൂടെ. കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഭരണം കൊണ്ട് അതിദാരിദ്ര്യത്തെ നിർമ്മാർജ്ജനം ചെയ്തൊരു സംസ്ഥാനമായി കേരളം മാറി. അതിൻ്റെ തുടർച്ചയുണ്ടാകുമെന്ന് ഗവൺമെൻറ് പ്രഖ്യാപിക്കുകയാണ്. മനോഹരമായൊരാശയം, ലോകത്തിന് തന്നെ മാതൃകയാകാവുന്ന ഒരാശയം കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിലേക്ക് LDF വയ്ക്കുകയാണ്. കേവല ദാരിദ്ര്യമില്ലാത്ത സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റം. എന്താണ് UDFിന് ഈ പ്രകടന പത്രികയിൽ ഇതിന് ബദലായി വയ്ക്കാനുള്ള നിർദ്ദേശം? അല്ല, ഈ അതിദാരിദ്ര്യമില്ലാത്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കുമ്പോൾ വല്ലാതെ ആക്ഷേപിച്ചവരാണ് UDF നേതാക്കൾ. അതിന് കാരണം ഈ ദാരിദ്ര്യമെന്ന് പറയുന്നത്, വിശപ്പെന്ന് പറയുന്നത് അനുഭവിക്കുന്നതിന് മാത്രം മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. UDF കാരന് അത് അറിയില്ല. ആരുടെയെങ്കിലും തോളിലേറി കാര്യങ്ങൾ നടത്തുന്നവർക്ക് അതറിയില്ല. പക്ഷെ സമൂഹത്തിൻ്റെ ഏറ്റവും അവൻ്റെ ഈ നീറുന്ന വേദനയുണ്ട്. ഒരു കാലത്തും പരിഹരിക്കാൻ കഴിയാത്ത അവൻ്റെ ആശങ്കകളുണ്ട്. വിശപ്പ് വരുമ്പോൾ
വേണ്ടപ്പെട്ടവന് ഭക്ഷണം കൊടുക്കാൻ കഴിയാതെ വരുമ്പോൾ അവിടെയാണ് കൃത്യമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അങ്ങനെയുള്ള 64,006 കുടുംബങ്ങളെ കണ്ടുപിടിച്ച് മനസ്സിലാക്കി അവരുടെ ദാരിദ്ര്യം ഇല്ലാതാക്കാൻ, അതിദാരിദ്ര്യം എന്ന് വെച്ചാൽ അത്യാവശ്യം കിടപ്പാടം, ഭക്ഷണം, അങ്ങനെയുള്ളത് കൊടുക്കാൻ ശ്രമിച്ചു. ഇപ്പോൾ നമ്മൾ അടുത്ത ചുവടിലേക്ക് LDF കടക്കുക, അത് ദാരിദ്ര്യം തന്നെ ഇല്ലാതാവണം. പക്ഷെ അങ്ങനെ ദാരിദ്ര്യം തന്നെ ഇല്ലാതാവണം എന്നുള്ളതിനെപ്പറ്റി പറയാനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചിത്രത്തെപ്പറ്റി ആലോചിക്കാനോ കോൺഗ്രസ്സിന് കഴിയാത്തത്, കോൺഗ്രസ്സിൽ ഭരിച്ച ഒരു കാലഘട്ടത്തിലും ഈ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള ആളുകളെ പറ്റി ചിന്തിച്ചൊരു പദ്ധതി ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, കേരളത്തിൽ ഏറ്റവും സുന്ദരമായിട്ടുള്ള, ഒരുപക്ഷെ ലോകത്തിൻ്റെ തന്നെ ശ്രദ്ധ ആകർഷിക്കാൻ പോകുന്നൊരു പ്രഖ്യാപനമായിരിക്കും ഈ കേവല ദാരിദ്ര്യം ഇല്ലാതാക്കുക എന്നുള്ളത്. ഒരു ഭരണകൂടം, അതിന് നേതൃത്വം കൊടുക്കുന്നൊരു മുന്നണി, തങ്ങളുടെ നാട്ടിൽ തങ്ങൾ ഭരണത്തിലിരിക്കുന്ന പ്രദേശത്ത് ദരിദ്രരുണ്ടാകാൻ പാടില്ല എന്നാഗ്രഹിക്കുകയും സ്വപ്നം കാണുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നത് പോലെ മനോഹരമായ സുന്ദരമായ മറ്റൊരു കാഴ്ച, ഒരു നടപടി, ഒരു ഇടപെടൽ ഈ ഭരണകൂടത്തിനെ സംബന്ധിച്ച് മറ്റൊന്നുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത്രയും സുന്ദരമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു സ്വപ്നം ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കുകയും അത് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്ന മുന്നണി എന്ന നിലയിൽ കേരളത്തിലെ ജനങ്ങൾ വളരെ സ്നേഹപൂർവ്വം, അങ്ങേയറ്റത്തെ സ്നേഹവായ്പോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സ്വീകരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മറ്റൊന്ന്, പ്രകടന പത്രികയിൽ UDF പറയുകയാണ്, വളരെ രസകരവും കൗതുകമായിട്ട് തോന്നിയൊരു കാര്യമാണ്. സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പദ്ധതി വീണ്ടും പുനഃപരിശോധിക്കുമെന്നാണ് UDFൻ്റെ പ്രകടന പത്രിക പറയുന്നത്. നമുക്കറിയാം, കേരളത്തിലെ സർക്കാർ ജീവനക്കാരെ അങ്ങേയറ്റം ദ്രോഹിക്കുന്ന പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഈ കേരളത്തിൽ പ്രഖ്യാപിച്ചത് UDF ആണ്. ആ പങ്കാളിത്ത പെൻഷൻ പദ്ധതി കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്കുണ്ടാക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ചൂണ്ടിക്കാട്ടി സർക്കാർ ജീവനക്കാരുടെ സംഘടനകൾ വലിയ പ്രക്ഷോഭങ്ങൾ കേരളത്തിൽ നടത്തി. ആ പ്രക്ഷോഭങ്ങളുടെ പ്രാധാന്യം ഉൾക്കൊണ്ട് ആ പങ്കാളിത്ത പെൻഷൻ പദ്ധതി പുനഃപരിശോധിക്കാനും അഷ്വേർഡ് പെൻഷൻ പദ്ധതി പ്രഖ്യാപിക്കാനും LDF ഗവൺമെൻറ് തീരുമാനിച്ചു. അത് നടപ്പിലാവുകയാണ്. ഇപ്പോൾ അഷ്വേർഡ് പെൻഷൻ പദ്ധതിയും പുനഃപരിശോധിക്കും, അതും പരിഷ്കരിക്കും എന്ന് UDF പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമാകുന്നില്ല. വീണ്ടും പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിലേക്ക് തിരിച്ചു പോവുകയാണോ? സർക്കാർ ജീവനക്കാരെ ദ്രോഹിക്കുന്ന നടപടികളിലേക്ക് ശ്രീമാൻ AK ആൻ്റണി കേരളത്തിൽ അധികാരത്തിലിടുന്ന കാലത്ത് സർക്കാർ ജീവനക്കാരോടും ഉദ്യോഗസ്ഥരോടും സ്വീകരിച്ച ആ സമീപനത്തിലേക്ക് ഞങ്ങൾ തിരിച്ചു പോകും എന്ന് സൂചിപ്പിക്കുകയാണോ UDF ചെയ്യുന്നത് എന്ന സംശയവും കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിലുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കിഫ്ബിയാണ്. കിഫ്ബിയെ സംബന്ധിച്ച് നമുക്കറിയാം, കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ, പശ്ചാത്തല വികസനത്തിൻ്റെ എല്ലാം നേതൃസ്ഥാനത്ത് പ്രവർത്തിക്കുന്നത് കിഫ്ബിയാണ്. ആ കിഫ്ബിയെ ഇല്ലാതാക്കും, അതിനെ അപ്രസക്തമാക്കും എന്നാണ് UDFൻ്റെ വാദം. പകരം കേരളത്തിൽ എന്താണ് അവതരിപ്പിക്കാൻ പോകുന്നത് എന്നതിനെ സംബന്ധിച്ചും ഈ പ്രകടന പത്രികയിൽ UDF ഒന്നും പറയുന്നില്ല. ചുരുക്കത്തിൽ ഇന്ത്യയിലെ ഒരു ബദൽ ജനപക്ഷ നയവും അതിൻ്റെ പ്രവർത്തനങ്ങളുമാണ് കഴിഞ്ഞ 10 വർഷമായി ഇടതുപക്ഷം നിൽക്കും. ഈ പ്രകടന പത്രികകളും വളരെ കൃത്യമായി കാണിക്കുന്നത് ഇനി വരുന്ന 5 വർഷക്കാലം കേരളത്തിലെ പാവപ്പെട്ടവനെ നെഞ്ചോട് ചേർത്ത് വെച്ച് ഇവിടുത്തെ മുഴുവൻ ആളുകൾക്കും ആശ്വാസം കൊടുക്കുന്ന ഒരു പ്രവർത്തന മേഖലയിലേക്ക് കടക്കുമെന്ന് LDF പറയുമ്പോൾ, മറിച്ച് ആ സംവിധാനങ്ങളെ മുഴുവൻ തകർത്ത് കളയുന്ന ഒരു വിനാശകരമായ മുഖം മാത്രമാണ് UDFൻ്റെ മുഖത്ത് കാണുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതിൻ്റെ കൂടെ ചേർത്തൊരു ഭാഗം നമ്മൾ പറയേണ്ടത്, നാളിതുവരെയുള്ള കേരളത്തിൻ്റെ ചരിത്രം കൂടിയ അവസരത്തിൽ നമ്മൾ ഓർമ്മിക്കുന്നതായി. ഇത് തിരഞ്ഞെടുപ്പ് കാലമാണ്. സ്വാഭാവികമായും കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ ചരിത്രം ഒന്ന് വിശകലനം ചെയ്യേണ്ടുന്ന ഒരു അവസരം കൂടിയാണ് ഈ തിരഞ്ഞെടുപ്പ് കാലം. നമ്മളൊന്ന് പരിശോധിച്ചാൽ LDF ഗവൺമെൻറ്റുകൾ അധികാരത്തിലിടുന്ന കാലത്തെല്ലാം കൃത്യമായ മുദ്ര കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ പതിപ്പിച്ച, ആ മുദ്ര ചാർത്താൻ കഴിഞ്ഞ ഗവൺമെൻറ്റുകളാണ് LDFൻ്റെ ഗവൺമെൻറ്. 1980 അധികാരത്തിൽ വന്ന LDFൻ്റെ ഗവൺമെൻറ്റാണ് ഇന്നത്തെ സാമൂഹിക സുരക്ഷാ പെൻഷനുകളുടെ ആദ്യ രൂപമായിട്ടുള്ള കർഷക തൊഴിലാളി പെൻഷൻ പ്രഖ്യാപിക്കുന്നത്. 87 അധികാരത്തിൽ വന്ന LDFൻ്റെ ഗവൺമെൻറ്റാണ് കേരളത്തിൽ സാക്ഷരതാ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്നത്. അതിനുശേഷം അധികാരത്തിൽ വന്ന LDF ഗവൺമെൻറ്റാണ് ഈ കേരളത്തിൽ ജനകീയ ആസൂത്രണ പദ്ധതിയും അധികാര വികേന്ദ്രീകരണവും യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിച്ചത്. അതിനുശേഷം അധികാരത്തിൽ വന്ന LDF ഗവൺമെൻറ് ഈ കേരളത്തിൽ കുടുംബശ്രീ പദ്ധതി നടപ്പാക്കി. സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയുള്ള ലോക മാതൃക കേരളത്തിൽ സൃഷ്ടിക്കുന്ന കുടുംബശ്രീ പദ്ധതി നടപ്പാക്കി. ആ കുടുംബശ്രീ പദ്ധതി നടപ്പാക്കുമ്പോൾ അതിനെതിരായി ജനശ്രീ പദ്ധതിയുമായി രംഗത്ത് വന്നവരാണ് UDF. അതിനുശേഷം അധികാരത്തിൽ വന്ന LDF ഗവൺമെൻറ്റാണ്, സഖാവ് VS-ൻ്റെ നേതൃത്വത്തിലുള്ള LDF ഗവൺമെൻറ്റാണ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 50% സ്ത്രീ സംവരണം ഉറപ്പാക്കുന്ന ചരിത്രപരമായ നിയമം ഈ കേരളത്തിൽ യാഥാർത്ഥ്യമാക്കിയത്. ഈ കേരളത്തിന് മാതൃകയായ മാവേലി സ്റ്റോറുകൾ LDF സർക്കാരിൻ്റെ സംഭാവനയാണ്. കേരളത്തിൻ്റെ കാർഷിക രംഗത്ത് വിപ്ലവം സൃഷ്ടിക്കാൻ പര്യാപ്തമായിട്ടുള്ള കൃഷിഭവനുകൾ LDF ഗവൺമെൻറ്റിൻ്റെ സംഭാവനയാണ്. ഇങ്ങനെ കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ നമുക്ക് വളരെ കൃത്യമായി അടയാളപ്പെടുത്താൻ കഴിയുന്ന, ലോകത്തിൻ്റെ മുമ്പിൽ കേരളത്തെ അടയാളപ്പെടുത്തുന്ന
ഏറ്റവും പുരോഗമനപരമായ ആശയങ്ങൾ, ഭരണപരിഷ്കാരങ്ങൾ, നയങ്ങൾ, സമീപനങ്ങൾ ഇതെല്ലാം കേരളത്തിൽ അവതരിപ്പിച്ചത് എല്ലാ കാലത്തും LDF ഗവൺമെൻറ്റുകളാണ്. ഇക്കാര്യം പരിശോധിക്കുമ്പോൾ UDFൻ്റെ സംഭാവനകളൊന്നും കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്ന യാഥാർത്ഥ്യം കൂടി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ചുരുക്കത്തിൽ ജനങ്ങളെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുകയും ആ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുകയും ചെയ്ത ഒരു മുന്നണിയാണ് LDF. ആ LDFൻ്റെ ആത്മാർത്ഥതയും സത്യസന്ധതയും ജനങ്ങളോടുള്ള പ്രതിബദ്ധതയും ഈ തെരഞ്ഞെടുപ്പ് തെളിയിക്കും എന്നുള്ളതിനെപ്പറ്റി യാതൊരു സംശയവുമില്ല.